എന്നോട് ഈശ്വരൻ അവസാനം കൈയൊഴിഞ്ഞ് ഈശ്വരന് തന്നെ തോന്നും, ഞാൻ നിന്റെ തൊട്ട് മുകളിലുണ്ടായിരുന്നിട്ട് നീ ഈ ചെറിയ വസ്തുവിൽ ഞാനത് സങ്കല്പിക്കേണ്ട കാര്യം എന്താണ്? ഒരുപക്ഷെ ഹിന്ദുക്കളുടെ ഒരു നല്ല ഭാഗം എന്നോട് എതിർക്കുമെങ്കിലും സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ വിഗ്രഹാരാധനയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. ദുരിതം കൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷയെന്നേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് മതത്തിനായാലും ഒരു ഹിന്ദുക്കൾ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നോട് ക്രോധിക്കുമെങ്കിലും സത്യം പറയാതിരിക്കാൻ പറ്റില്ല. കിട്ടിയ അവസരത്തിൽ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റും. സർവേശ്വരൻ സ്വന്തം അച്ഛൻ വീട്ടിലുണ്ടായിട്ട് ആ അച്ഛനെ ഒരു നേരം അച്ഛാ എന്ന് വിളിക്കാതെ ഏതെങ്കിലും വാങ്ങിക്കൊടുത്ത മുട്ടായി മേടിക്കൊടുത്ത ആളിനെ അച്ഛാ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ യഥാർത്ഥ അച്ഛൻ്റെ മനസ്സിലെ ഒരു നൊമ്പരം. വിഗ്രഹാരാധന നമ്മൾ ഹിന്ദുക്കൾക്കാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ മറ്റു മതസ്ഥരും കുറേയൊക്കെ വിഗ്രഹാരാധകർ തന്നെയാണ്. ബുദ്ധമതത്തിൽ ശ്രീബുദ്ധൻ്റെ വിഗ്രഹം വെച്ച് ആരാധിക്കാറുണ്ട്. പൂജകൾ നടത്താറില്ല എങ്കിലും ബഹുമാനപൂർവ്വം അതിനെ വണങ്ങാറുണ്ട്. ക്രിസ്തു മതത്തിലും ചെറിയ രീതിയിൽ വിഗ്രഹാരാധനയുടെ ഒരു വേർഷനുണ്ട്. ഇസ്ലാമിക മതത്തിലും ചെറിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള വിശുദ്ധമായ കല്ല്, ഇതൊക്കെ വിഗ്രഹത്തിൻ്റെ ഭാവങ്ങൾ തന്നെയാണ്. അതില്ലാണ്ടൊരു മതത്തിന് പ്രയാസമാണ്. സിഖ് മതത്തിലാണെങ്കിൽ വിഗ്രഹമില്ലെന്ന് പറയുന്നു, പക്ഷേ പുസ്തകം അവരുടെ വിഗ്രഹമാണ്. പുസ്തകമാണ് അവർ എഴുന്നള്ളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് വിഗ്രഹമാണ്. അപ്പോൾ അതില്ലാതെ കണ്ട് ഒരു പോയിൻ്റ് ഇല്ലാതെ കണ്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് വിഗ്രഹത്തിൻ്റെ ആവശ്യകത വരുന്നത്. ഒരു പ്രത്യേക പോയിൻ്റ്, ആ പോയിന്റിലേക്ക് നോക്കുമ്പോൾ അത് ശുദ്ധമായിരിക്കണം, ശുദ്ധഭാവത്തോടു കൂടിയതായിരിക്കണം, മറ്റ് ദോഷങ്ങൾ ഉണ്ടാകാത്തതായിരിക്കണം. അങ്ങനെയുള്ള ഭാഗത്തേക്ക് നമ്മളുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഭാവവുമില്ലാത്ത വിഗ്രഹങ്ങൾ നമ്മൾ വെക്കുന്നത്. അതിന് ശുദ്ധ രൂപം, ശുദ്ധമായ തേജസ്, ഇതെല്ലാം ഉള്ളതായിരിക്കണം. അങ്ങനെ അല്ലാത്ത വിഗ്രഹങ്ങളും ഹിന്ദുമതത്തിൽ ധാരാളമുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള കഷ്ടപ്പാട് പിന്നീട് ചിലർ ഉണ്ടെന്ന് കേൾക്കുന്നു. ഇനിയും ശുദ്ധമായ വിഗ്രഹാരാധന നടത്തിയിട്ടുള്ളവരും ദുരിതത്തിലേക്ക് പോയിട്ടുള്ളതായിട്ടാണ്. ഉദാഹരണം ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, അങ്ങനെ പ്രത്യേകം പറഞ്ഞ് ആരെയും അവഹേളിക്കുന്നില്ല. അങ്ങനെ കുറേ ആൾക്കാർ ഏത് മതത്തിലായാലും ദുരിതത്തിലേക്കാണ് അവരുടെ അന്ത്യം പോയിട്ടുള്ളത്. അത് വിഗ്രഹാരാധന കൊണ്ടാണോ എനിക്ക് അറിയില്ല. ഒരുപക്ഷെ ആകാം. കാരണം ഏറ്റവും മുകളിലുള്ള സർവേശ്വരനെ അറിയാതെ ഏറ്റവും കീഴിലുള്ള ഒരു വസ്തുവിലേക്ക് ബോധം അല്ലെങ്കിൽ മനസ്സ് ഉറപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ദുരിതങ്ങൾക്കൊക്കെ കാരണമായത്. നമ്മളറിയപ്പെടുന്ന മഹത്തുക്കളായ ഋഷികളും ഇത്തരം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പേര് പറയേണ്ട എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ ആലോചിച്ചിടത്തോളം ഏറ്റവും ഉന്നതനും ഏറ്റവും ശ്രേഷ്ഠനുമായ ഓരോരുത്തരുടെയും മുകളിൽ അവനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവത്തെ അവൻ്റെ ദൈവമായി കണക്കാക്കാതെ ഒരു കല്ലിനെയോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഗ്രഹത്തെയോ ആ ദൈവത്തെ സങ്കല്പിക്കാൻ എടുക്കുന്നതിൻ്റെ ദുരിതമാകാം മഹർഷിമാരും മറ്റുമൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയ ഓരോ സന്യാസിമാരും കിടന്ന് അഴലുകയാണ്. അവസാന കാലഘട്ടം 10, 100, 120 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആരുമില്ല, ആഹാരം കൊണ്ടു കൊടുക്കാൻ ആരുമില്ല, രോഗം. ഞാൻ ഒരുപാട് സന്യാസിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് സന്യാസിമാർ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം ഈ ഒരുപക്ഷെ ഹിന്ദുക്കളുടെ ഒരു നല്ല ഭാഗം എന്നോട് എതിർക്കുമെങ്കിലും സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ വിഗ്രഹാരാധനയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈശ്വരന് തന്നെ തോന്നും, ഞാൻ നിന്റെ തൊട്ട് മുകളിലുണ്ടായിരുന്നിട്ട് നീ ഈ ചെറിയ വസ്തുവിൽ ഞാനൊന്ന് സങ്കല്പിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ള തോന്നലാണ് ഈശ്വരൻ അവസാനം കൈയൊഴിഞ്ഞ് അവസാനം ജലസമാധി എന്നും പറഞ്ഞിട്ട് പെട്ടിയിലാക്കി. മുമ്പേ മുന്നൊരു വീഡിയോ പറഞ്ഞ പോലെ കനകലിൻ്റെ മുമ്പിലുള്ള നീൽഗംഗയിലൊക്കെ കൊണ്ടൊഴുകുന്നു, അല്ലെങ്കിൽ അഗ്നിസമാധി നടത്തുന്നു, അല്ലെ ജലസമാധി നടത്തുന്നു. എന്ന് വെച്ചാൽ ഇതൊക്കെ മുങ്ങിച്ചാകലും തീയിൽച്ചാടലും ഒക്കെ തന്നെയാണ്. അല്ല വേറൊന്നും ഇതിന് ഈ നല്ലൊരു പേര് പറഞ്ഞുകൊണ്ട് സമാധിയല്ല, ദുരിതം കൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷയെന്നേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് മതത്തിനായാലും ഒരു ഹിന്ദുക്കൾ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നോട് ക്രോധിക്കുമെങ്കിലും
സത്യം പറയാതിരിക്കാൻ പറ്റില്ല. കിട്ടിയ അവസരത്തിൽ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. സർവേശ്വരൻ സ്വന്തം അച്ഛൻ വീട്ടിലുണ്ടായിട്ട് ആ അച്ഛനെ ഒരു നേരം അച്ഛാ എന്ന് വിളിക്കാതെ ഏതെങ്കിലും വാങ്ങിക്കൊടുത്ത മുട്ടായി മേടിക്കൊടുത്ത ആളിനെ അച്ഛാ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ യഥാർത്ഥ അച്ഛൻ്റെ മനസ്സിലെ ഒരു നൊമ്പരം അത് സർവേശ്വരനായ ദൈവത്തിനും ഉണ്ടായെന്ന് വരും. അതാണ് വിഗ്രഹാരാധന കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷം. ചില ഗുണങ്ങൾ അതിനുണ്ടാകാറുണ്ട്. സാധനയിൽ പെട്ടെന്ന് നമ്മളുടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്തോറും ശിവം ഭൂത്വ ശിവം എഴുതിയ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്തോറും ആ കല്ലിൽ നിന്നും ശക്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കല്ലല്ലേ ആ തടിയിൽ നിന്നും ശക്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെ ആ പടത്തിൽ നിന്നും ശക്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ശക്തിയിൽ നമ്മൾ വീണ്ടും വീണ്ടും ഭ്രമിച്ച് അതിൽ തന്നെ ആയിത്തീരും. അല്ലെ ആ സ്വർണ്ണ വിഗ്രഹത്തിൽ നിന്നും ശക്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതോടെ നമ്മൾ പെട്ടു. നമ്മൾക്ക് പിന്നെ മേപ്പോട്ട് നോക്കാൻ പറ്റില്ല. മേപ്പോട്ട് നോക്കേണ്ട കണ്ണ് അടയും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയും നമ്മളുണ്ടാക്കിയ ഒരു വസ്തുവിനെ ദൈവമാക്കി തീരുകയും ചെയ്യുന്നതാണ് അവസാനം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവം തന്നെ ഇവൻ്റെ മുമ്പിൽ കൈമലർത്തും. അതുണ്ടാകാതിരിക്കാൻ ഹിന്ദുക്കൾ വിശേഷിച്ചും ദയവായി നമ്മുടെ യഥാർത്ഥ ദൈവമായ പരമപുരുഷനായ ദൈവത്തെ, നമ്മുടെ തൊട്ട് തലയ്ക്ക് മുകളിൽ നമ്മുടെയൊക്കെ പിതാവായി നിൽക്കുന്ന ദൈവത്തെ ഞാനീ പറഞ്ഞ മന്ത്രാദികളിൽ പുരുഷ സൂക്തം, ഗായത്രി തുടങ്ങിയിട്ടുള്ള മന്ത്രാദികൾ യജിച്ച് അവരുടെ ജീവിതം ധന്യമാക്കുന്നതായിരിക്കും ഏറ്റവും ശുഭകരമായ കാര്യം.